പറയും നോർമലാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ ചേട്ടയുടെ പെങ്ങൾ, അവൾ നേഴ്സാണ്, അവളെ വിളിച്ച് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി അവിടുത്തെ സ്കാനിങ് തെറ്റാ, വേറെ എവിടെയെങ്കിലും ഒന്നോടെ പോയി സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിൽ വിശ്വാസമുണ്ട്, ഞാൻ എവിടെ ഇനി സ്കാനിങ്ങിന് പോകുന്നില്ല. അന്ന് മുതൽ എനിക്ക് ആ വയറുവേദനയോ നടുവേദനയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോയി. പക്ഷെ ഞാൻ നിയോഗത്തിൽ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത ഒരു കാര്യം എനിക്ക് അന്ന് ഇവിടുന്ന് തന്നെ സാധിച്ചു കിട്ടി. കാരണം കഴിഞ്ഞ 21 വർഷമായിട്ട് ഞാൻ കാലിൻ്റെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് രാത്രിയിൽ മാത്രം. പകലെനിക്ക് ഒരു കുഴപ്പമില്ല. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് വേദന തുടങ്ങും, ഞാൻ കിടന്ന് ഉരുളാൻ തുടങ്ങും. അടുത്ത് കിടക്കുന്നവരെ ഉറക്കത്തില്ല, ഭയങ്കര പ്രശ്നമാണ്. എനിക്കറിയില്ല അത് പറഞ്ഞറിയിക്കാൻ എങ്ങനെയാണെന്ന്. അങ്ങനെ കിടന്ന് ഉരുണ്ടോണ്ട് ഞാൻ അന്ന് വീട്ടിൽ ചെന്നപ്പം മുതൽ ഇന്ന് വരെ എനിക്ക് ആ കാലുവേദന ഉണ്ടായിട്ടില്ല. ഞാനത് നിയോഗത്തിൽ വെച്ചിട്ടുമില്ല. അപ്പോൾ ചേട്ടാ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർക്കുന്നത് തന്നെ. എനിക്കിങ്ങനെ ഒരു കാലുവേദന, ഞാനത് മറന്നേ പോയി. പിന്നെ അത് കഴിഞ്ഞുള്ളൊരു സാക്ഷി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഹോർമോൺ വേരിയേഷൻ ഇത്തിരി കൂടുതലുണ്ടായിരുന്നു. 68 എൻ്റെ ഹോർമോൺ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രൊലാക്റ്റിൻ കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് ബ്രസ്റ്റിൽ അങ്ങനെ ഡിസ്ചാർജ് വന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 8 മാസമെങ്കിലും ഗുളിക കഴിച്ചേ പറ്റൂ, അത് കുറച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 2 മാസം ഞാൻ ഗുളിക കഴിച്ചു. അത് കഴിയുമ്പോൾ ആ ഗുളിക കഴിക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്. അപ്പം ഞാൻ വീട്ടിൽ ആരുടെ അടുത്തും പറഞ്ഞില്ല. ഗുളിക ഞാൻ കറക്റ്റായിട്ട് പോയി വാങ്ങിയിട്ട് വന്നു, അത് മാറ്റി വെച്ചു. മാതാവിൻ്റെ ഉപ്പും തേനും മാത്രം ഞാൻ ഉപയോഗിച്ചെന്ന് വെച്ചാൽ ഇന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ മാത്രമാണ് എൻ്റെ വീട്ടിൽ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്, അവർക്ക് പോലും അറിയുള്ളൂ ഞാൻ ഗുളിക കഴിച്ചിട്ടില്ല എന്ന്. എന്നുവെച്ചാൽ 2 മാസത്തിന് ശേഷം ഞാൻ ആ ഗുളിക കഴിച്ചില്ല. ആ ഗുളിക ഇപ്പോഴും വീട്ടിൽ അലമാരിക്കകത്ത് ഇരിപ്പുണ്ട്. ഞാൻ ഇന്നലെ പോരാൻ നേരത്താണ് ചേട്ടായുടെ അടുത്ത് പറഞ്ഞതുപോലും. ഞാൻ മിനിങ്ങാന്ന് പോയി. അത് കഴിഞ്ഞ് 68 ഉണ്ടായിരുന്നത് ലേശം കുറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കി, 20 എൻ്റെ ഹോർമോൺ നോർമലായി. ഡോക്ടറിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ 68. പിന്നെ ചേട്ടായി മദ്യം കഴിക്കുന്ന ആളായിരുന്നു കഴിഞ്ഞ 12 വർഷമായിട്ട്. അങ്ങനെ അലമ്പും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ കഴിക്കും.